കിളികൾ പറന്നു. എന്തിനാണെങ്കിലും രാവിലെ എല്ലാവരും ശല്യം ചെയ്യുന്നേ? പാട്ടൊന്ന് നിർത്ത. മുത്തശ്ശ പ്ലീസ് ഒന്ന് പാട്ട് നിർത്തോ, അയൽക്കാരൊക്കെ ബുദ്ധിമുട്ടുന്നു. ശരി ശരി, എനിക്കറിയില്ല എന്നാണ് എന്റെ അയൽക്കാരൊക്കെ ഇത് ആസ്വദിക്കാൻ പോകുന്നതെന്ന്. ഗുഡ് മോർണിംഗ് മുത്തശ്ശ. ഹലോ ശിവ. ഗുഡ് മോർണിംഗ് ലഡ്ഡു സിംഗ്. എന്താണിന്ന് പതിവില്ലാതെ രാവിലെ തന്നെ? മുത്തശ്ശ, മന്ത്രിസഭയ്ക്ക് ഞാൻ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശനോട് സംസാരിക്കുന്നത് കൊണ്ട് എനിക്കും പാട്ടിനോട് താല്പര്യം കൂടിയിരിക്കുന്നു. മന്ത്രി സാറിന്റെ അടുത്ത് കുറച്ച് വാണ്ടഡ് ക്രിമിനൽസിന്റെ സീക്രട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടത്രേ. ആ ഫയല് സൂക്ഷിക്കുന്നതിന്റെ ചുമതല എനിക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ പോയി ആ ലിസ്റ്റ് ചെക്ക് ചെയ്ത് ഈ വേദ സിറ്റിയിൽ എത്ര ക്രിമിനൽസ് ഉണ്ടോ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് വേണം ആ ക്രിമിനൽസെ ഞാൻ ഓരോരുത്തരായിട്ട് ജയിലിനകത്ത് ഇട്ടിട്ട് അവന്മാരെ കൊണ്ട് ഞാൻ ഗോതമ്പരപ്പിക്കും. പക്ഷെ ശിവ, നീയൊന്ന് അങ്ങോട്ട് വന്നേക്കരുതേ. അവരൊക്കെ വളരെ ഡേഞ്ചറസ് ക്രിമിനൽസ് ആണ്. ചെലപ്പോ അവന്മാർ അങ്ങോട്ട് വന്നാൽ ലിസ്റ്റ് മോഷ്ടിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാ വരണ്ടാന്ന് പറഞ്ഞത്, മനസ്സിലായോ? എന്നാ ശരി ലഡ്ഡു സിംഗ് സാറേ, ഞാൻ എന്റെ കൂട്ടുകാരുമായി കളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ പോകുന്നു മുത്തശ്ശ. ബൈ ബൈ. എന്റെ സാറെന്തിനാ ശിവയോട് അങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത്? എപ്പോഴും വിളിക്കലല്ലേ പതിവ്. ഇത്തവണ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനാണോ തീരുമാനം? വല്ല ആപത്തും സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ ശിവേനെ ചിലപ്പോ സാറിനെ വിളിക്കേണ്ടി വരും. ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. ഇവിടെ എന്തൊക്കെയാണോ പൊല്ലാപ്പുണ്ടാവാൻ പോണേ? ഹലോ ലഡ്ഡു സിംഗ് സാറേ, ഞങ്ങള് വേദാസ് ചാനലിൽ നിന്ന് വരിക. ആഹാ, നിങ്ങളെല്ലാവരും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ? എന്നാ ശരി, നമുക്ക് തുടങ്ങാം. ഞാനിപ്പോ റെഡിയാണ്. അല്ല, നമ്മൾ എന്തിനാ ഇവിടെ വന്ന് സമയം കളയുന്നേ? ക്രിമിനൽസിന്റെ ലിസ്റ്റുള്ള ഫയൽ ആ മന്ത്രിയുടെ അടുത്തല്ലേ ഉള്ളത്. ലഡ്ഡു സിംഗ് സാറിന്റെ ഇന്റർവ്യൂ വേണ്ട, നമുക്ക് മന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാന്നേ. താൻ എന്തായി പറയുന്നേ? ഈ മന്ത്രി എന്നൊക്കെ പറയുന്നത് വെറുതെയാ, ഒന്നും ചെയ്യില്ലെന്നേ. ശരിക്കും പ്രശംസിക്കേണ്ടത് ലഡ്ഡു സിംഗിനെ പോലെയുള്ള ബുദ്ധിമാന്മാരെയാ. പുള്ളി കേമനാണ്, സമർത്ഥനാണ്, ഭയങ്കര ധൈര്യശാലിയും സത്യസന്ധനും ദയാലുവും പിന്നെ നിഷ്കളങ്കനുമാണ്. ആ പറഞ്ഞോളൂ, കേക്കാൻ നല്ല സുഖമുണ്ട്. മനസ്സിനൊരു സന്തോഷം തോന്നുന്നു. എന്റെ ഫോട്ടോ ഫുൾ സൈസ് തന്നെ ആയിക്കോട്ടെ. ആ വേഗം വരൂ. ലഡ്ഡു സിംഗ് സാർ, താഴേക്ക് വന്നോളൂ. അവരൊക്കെ അകത്തേക്ക് കയറി പോയിരിക്കുന്നു. അല്ല ശിവ, നിങ്ങളെപ്പോഴും അങ്ങോട്ട് വന്നത്? ദാപ്പൊ കുറച്ച് മുമ്പെയാണ് വേദ സിറ്റി ചാനൽക്കാര് എന്റെ സ്പെഷ്യൽ ഇന്റർവ്യൂ എടുത്തിട്ട് പോയത്. അവരെന്റെ ധൈര്യം കണ്ട് ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ശിവ. അവരെന്റെ കഴിവുകളെ കുറിച്ച് എത്ര പുകഴ്ത്തി പറഞ്ഞെന്നറിയോ? എനിക്ക് പറയാൻ വയ്യ. കൂടുതലിങ്ങനെ വലിച്ചു നീട്ടല്ല എന്റെ സാറേ, ചെലപ്പോ പൊട്ടി പോകും കേട്ടോ. ഹലോ ലഡ്ഡു സിംഗ് സാറേ, ഞങ്ങൾ വേദാസ് ചാനലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മന്ത്രിയുടെ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കണം, അതും ക്രിമിനൽ ലിസ്റ്റിലുള്ളവരുടെ വിവരത്തെ കുറിച്ച്. ഇത് എന്ത് ചോദ്യാണ്? കുറച്ച് മുമ്പല്ലേ നിങ്ങളുടെ ആൾക്കാർ എന്നെ വന്ന് ഇങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്ത് പോയത്. എപ്പോഴും ഇങ്ങനെ ഇന്റർവ്യൂ തന്നോണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴാ ഞാൻ എന്റെ ജോലി നോക്കുക? ഞങ്ങളുടെ കൂട്ടരോ? ഞങ്ങൾ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാലോ ശിവ. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് നന്നായി അറിയാലോ. ലഡ്ഡു സിംഗ് സാറേ, ഇവർ പറയുന്നത് ശരിയാണ്. എന്തോ കുഴപ്പമുണ്ട്. സാർ ഇവരുമായി സംസാരിക്കൂ, ഞാനൊന്ന് പോയി അകത്ത് നോക്കട്ടെ. ആരാണ് നിങ്ങളൊക്കെ? അകത്തോട്ട് എങ്ങനെ വന്നു? സെക്യൂരിറ്റി, സെക്യൂരിറ്റി! മന്ത്രി സാറേ, നിങ്ങളുടെ സെക്യൂരിറ്റി സ്വപ്നം കണ്ട് മതിമറന്നുറങ്ങുകയാണ്. മര്യാദയ്ക്ക് സീക്രട്ട് ഫയൽ എനിക്ക് തന്നേക്കൂ. ആ ഫയൽ നിനക്ക് ഒരിക്കലും ഞാൻ തരില്ല.
ഡോ കുട്ടി ഒന്ന് വഴിന്ന് മാറി നിൽക്കടോ. ആരാണ് അവിടെ? ശംഭോ, നീ ഒന്ന് ചെന്ന് വേഗം നോക്ക്. ഈ കുട്ടി എന്തിനാ അപ്പപ്പോ വാതൊക്കെ വന്ന് നിൽക്കുന്നേ? മാറാ, ഒന്ന് മാറിക്കേ. കുട്ടി, നീ എന്തിനാ അപ്പപ്പ ഇങ്ങോട്ട് വരുന്നേ? ഇത് അപകടം പിടിച്ച സ്ഥല, മര്യാദയ്ക്ക് പോയിക്കോ. ഇപ്പൊ അപകടം വരാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും അങ്കിൾ. എന്താ? അപ്പൊ നീയാണ് അവനെ തല്ലിയേ? കുട്ടി, മര്യാദയ്ക്ക് പോയിക്കോ. പോയിക്കോളാ പറഞ്ഞേ. കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. താങ്ക് യു ശിവ. എന്താ പറ്റിയത്? മന്ത്രി സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ആ റിപ്പോർട്ടേഴ്സിനെ സാറിനെ കാണാൻ അനുവാദം കൊടുത്തിട്ടില്ല കേട്ടോ. ലഡു സിംഗ് സർ, താഴെ കണ്ടവരാണ് ശരിക്കുള്ള റിപ്പോർട്ടേഴ്സ്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്ന റിപ്പോർട്ടേഴ്സിനെയാണ് നിങ്ങൾ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞയച്ചത്. എനിക്ക് കുഴപ്പമില്ല. എല്ലാ ഗുണ്ടകളും ഓടിയതിനു ശേഷമാണ് താൻ ഇങ്ങോട്ട് വന്നത്. ശിവ, നീ മന്ത്രി സാറിനെ ഒന്ന് നോക്കിക്കോളേ. ഞാൻ ചടയെന്ന് പോയി ചടയെന്ന് തിരിച്ചു വന്നോളാം. മന്ത്രി സാറിന് ഒരു കുഴപ്പമില്ല, സേഫാണ്, ഒരു ആപത്തും ഇല്ല. ഞാൻ ആ ക്രിമിനൽസിനെ ശരിക്കും പെരുമാറിയിട്ടുണ്ട്. അവന്മാർക്ക് എന്നെ കണ്ടാ തന്നെ ഇപ്പോ അവന്മാരെ മുട്ടുകാല് കിടന്നങ്ങനെ വിറയ്ക്കും. ഏതവനാണ് ഈ പണി കാണിച്ചത്? ഈ ബാബു പ്യാരയുടെ ആൾക്കാരെ അടിച്ചും മറിച്ചും തിരിച്ചു നുറുക്കിയത്. ബോസിനോട് പറയല്ല കേട്ടോ, ഒരു കുട്ടിയാ നമ്മളെ തല്ലിയെന്നുള്ളത്. പറഞ്ഞ ബോസ് നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങും. ഇതോടെ ഞാൻ ചോദിച്ച ചെവി കേട്ടില്ലേ? നിന്നൊക്കെ ഏതവനാണ് ഇത്തരത്തിലാക്കിയതെന്ന്? ബോസേ, ആ ഇൻസ്പെക്ടർ ലഡു സിംഗ് മുകളിലേക്ക് കൃത്യസമയത്ത് വന്നു. ഞങ്ങൾ എല്ലാവർക്കും നല്ല തല്ല് കിട്ടി. ശരിയാ ബോസേ, ആ ഇൻസ്പെക്ടറുടെ ഇടികൊണ്ട് ഞങ്ങൾ എല്ലാവരും ചതഞ്ഞു. നീയൊക്കെ ശരിക്കും കുളിച്ചു കാണത്തില്ല. നാറ്റ സഹിക്കാനാവാതെ അവനിട്ട് നിങ്ങളെ തല്ലിക്കാണും. ചെല്ലു, ആ വീരനെ എന്റെ മുന്നിൽ കൊണ്ടുവരൂ. ഹലോ ലഡു സിംഗ് സാറേ, ഞങ്ങൾ പൂപ്പൽ പത്രികയിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാൻ ഞങ്ങൾക്ക് വല്ലാത്തൊരു കൊതി. എന്താ പൂപ്പൽ പത്രികയോ? ഇതൊരു പുതിയ പത്രിക ആണല്ലോ. എന്നാലും കുഴപ്പമില്ല, ഇന്റർവ്യൂ തരാൻ ഞാൻ റെഡിയാണ്. ഇവിടെയല്ലോ ഞങ്ങളുടെ ബോസ് നിങ്ങളുടെ ഇന്റർവ്യൂ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സാറ് ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. ലൈവ് ഇന്റർവ്യൂ? ഓഹോ, വന്നേ, വേഗം പോവാം. അപ്പൊ നിങ്ങളാണല്ലേ ഇൻസ്പെക്ടർ ലഡു സിംഗ്? ഞാനാണ് ബാബു പ്യാരെ. മന്ത്രിയെ കാണാൻ വന്നപ്പോ എന്റെ ഗുണ്ടകളെല്ലാം നിങ്ങൾ തടവിയത് കേട്ടല്ലോ. അതെങ്ങനെയാണെന്ന് വിവരിക്ക്. നിങ്ങളൊരു ഭയങ്കര പ്രശസ്തനായ ഫൈറ്റർ ആണെന്ന് ഞാൻ കേട്ടു. നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്. ഞാൻ എന്റെ കൈകൊണ്ട് ഓങ്ങി കൊടുത്താലുണ്ടല്ലോ, കാറ്റ് പോലും പേടിച്ച് ഓടിപ്പോകും. ഞാൻ ആ ഗുണ്ടകളെ പിടിച്ച് തല കുത്തി നിർത്തി ഒരു ഫ്ലൈയിങ് കിക്ക് കൊടുത്തു. ഇപ്പുറത്തു കൂടെ ഓർത്തൻ വന്നപ്പോ ഞാൻ അവന്റെ മോന്തക്കിട്ടൊരു പഞ്ച് കൊടുത്തു. പിന്നെ ഓർത്തന്നെ എന്റെ ഈ 2 കൈകൊണ്ട് പൊക്കിയെടുത്ത് കാറ്റത്തിങ്ങനെ കറക്കി കറക്കി അവനെ പറപ്പിച്ചു വിട്ടു. എന്റെ സ്പെഷ്യൽ ഐറ്റംസ് കുംഫു പഞ്ച് കൊടുക്കലാണ്. എന്റെ തല്ലുകൊണ്ട് വയ്യാതായപ്പോ അവന്മാരെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. ഈ ബാബു പ്യാരയുടെ പുന്നാര കുണ്ടുകളെ ഇത്രത്തോളം തല്ലി ചതച്ചു അല്ലേ? എല്ലാം എഴുതിയെടുത്തോടാ വിഗ്രി. അതെ ബോസേ, എല്ലാം അങ്ങ് കൃത്യമായിട്ട് എഴുതിയെടുത്തു. എഴുതിയെടുത്തെങ്കിൽ തിരുമാൻ തുടങ്ങിക്കോ. ഐ, എന്താ അവന്മാരൊക്കെ നിങ്ങളുടെ ആൾക്കാരാണോ? വേണ്ട വേണ്ട, എന്നെ തല്ലല്ലേ, ഞാനൊരു പോലീസല്ലേ. ഇത് ചീറ്റിംഗ് ആണ്, ഇത് ചീറ്റിംഗ് ആണ്. എനിക്ക് അവന്മാര് ബാബു പ്യാറിന്റെ ആൾക്കാരെന്ന് അറിയില്ലായിരുന്നു. ഞാൻ തല്ലിയത് നിങ്ങളുടെ ആൾക്കാരല്ല ബാബു സാറേ. ഇൻസ്പെക്ടർ എന്നോട് കള്ളം പറയരുത് കേട്ടോ. കുറച്ചു നേരം മുമ്പല്ലടോ താൻ തന്റെ വീരകഥകളൊക്കെ എന്നോട് പാടിക്കേപ്പിച്ചോണ്ട് നിന്നത്. ഇപ്പൊ തിരുമല കൂടി കഴിഞ്ഞപ്പോ തത്തക്ക പത്തക്ക പറയുന്നോ? എന്റെ ബാബു പ്യാർ സാറേ, നിങ്ങളുടെ ആൾക്കാര് മാത്രല്ല, എനിക്ക് ആരെയും തല്ലാനുള്ള കഴിവൊന്നും ഇല്ല.
തല്ലുന്നതൊക്കെ നമ്മുടെ ശിവയുടെ ജോലിയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോടെ, ഒന്ന് പറഞ്ഞു കൊടുക്കൂ സാറിന്. ഇയാള് പറഞ്ഞത് സത്യമാണോ? ആ, ആ, ശിവ ഒരു 9 വയസ്സ് പ്രായമുള്ള കൊച്ചു കുട്ടിയാണ്. എന്ത് 9 വയസ്സുള്ള കുട്ടിയോ? അയ്യ, അപ്പൊ നിങ്ങൾക്ക് 9 വയസ്സുള്ള കുട്ടിയുടെ അടി മേടിച്ചോണ്ടാണ് വന്നത്. എന്നിട്ട് എന്നോട് കള്ളവും പറഞ്ഞു അല്ലേ? ബോസ് ഞങ്ങളെ തല്ലൂന്ന് മേടിച്ചിട്ടാ പറയാതിരുന്നത്. ആ കുട്ടി ഞങ്ങളെ നല്ലോണം ചതച്ചു. 9 വയസ്സുള്ള മിടുക്കൻ കുട്ടി നിങ്ങളെ നിയമത്തിന്റെ പാഠം പഠിപ്പിച്ചു. അവൻ രാജ്യത്തെ സ്നേഹിക്കുന്നവനാണ്. ഈ കാര്യം സമ്മതിച്ചേ പറ്റൂ. ലഡു സിംഗ് സാറേ, ആ ശിവയുടെ കാര്യം അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് വല്ലാതെ അങ്ങ് മാറി. ഇന്ന് മുതൽ ഞാൻ നല്ല മനുഷ്യനാവാൻ പോവാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ആ കുട്ടിയെ ഒരൊറ്റത്തവണ പരിചയപ്പെടുത്തി തരണം കേട്ടോ സാറേ. ഞാൻ ദിവസവും കുളിക്കാം, എന്നെന്നും നല്ലവരായി ജീവിക്കാം. വാക്കാ. നീ ഇപ്പൊ എന്നോട് പറഞ്ഞതൊക്കെ സത്യമല്ലേ? എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ചോണ്ട് വരാം. എന്റെ ഈ കയ്യിന്റെ മുട്ടൊക്കെ വേദനിച്ചിട്ട് വയ്യാട്ടോ. വേഗം ഒന്ന് താഴേക്ക് ഇറങ്ങ. അല്ല, എന്ത് പറ്റി ലഡു സിംഗ് സാറേ? ഇന്ന് നിങ്ങൾ വലിയ സന്തോഷത്തിലാണല്ലോ. ശിവ, ഞാൻ ആ ബാബു പ്യാരേനും അവന്റെ അസിസ്റ്റന്റിനെയൊക്കെ പിടിച്ച് ഞാൻ ശരിക്കിട്ടൊന്ന് പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവന്മാർ എന്നോട് പറയാണ് ഈ പണിയൊക്കെ വിട്ടിട്ട് അവര് സന്യാസിയാവാൻ പോവാണെന്ന്. എന്റെ ആഗ്രഹം നീ എന്നോടൊപ്പം വന്ന് അവന്മാര് സന്യാസിമാരാവുന്നത് നീ ഒന്ന് നേരിട്ട് കാണണം. ഈ ലഡു സിംഗ് സാറിനെ ആ ഗുണ്ടകൾ വീണ്ടും പറ്റിച്ചിരിക്കാണെന്ന് തോന്നുന്നു. എന്തായാലും ആ ബാബു പ്യാരിനെ കണ്ടിട്ട് തന്നെ കാര്യം. ബാബു പ്യാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ശിവ. കൊള്ളാലോ, ഈ പീക്കിരി കുട്ടിയാണോ ബാബു പ്യാരയുടെ പുന്നാരാൾക്കാരായിട്ട് തല്ലിച്ചതച്ചത്? ഇവനെ ശരിക്കൊന്നും എല്ലാരും പെരുമാറൂ. ഈ കുട്ടിയെ വിടാനേ പാടില്ല. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ബാബു പ്യാരെ, എന്താ? നീയും നിന്റെ ആൾക്കാരും സന്യാസിയായി മാറുന്ന കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയി? ഒന്ന് പറഞ്ഞേ. ബാബു പ്യാരയുടെ പുന്നാര മനസ്സിതാ വീണ്ടും മാറിക്കഴിഞ്ഞു. എല്ലാത്തിനും പിടിച്ചടച്ചട. ശിവ, ഈ ഇൻസ്പെക്ടറിനെ പുകയ്ക്കണ്ട എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. എങ്ങനെയുണ്ട് ഇപ്പോ ഈ ബാബു പ്യാരെ? വളരെ നല്ല മനുഷ്യനാണെന്ന് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് വിശ്രമിച്ചോ കേട്ടോ. ഞാൻ മന്ത്രിയെ കാണാൻ പോവാ. ക്രിമിനൽസിന്റെ ഫയല് ഞാൻ തട്ടിയെടുക്കും. ലഡു സിംഗ് സാറേ, എല്ലാ ഗുണ്ടകളുടെയും ക്രിമിനൽ ഫയൽസ് ഈ ബാബു പ്യാരയുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ കൂട്ടുകാരെ മുഴുവനും രക്ഷിച്ചു എന്നിരിക്കും. ആ ഫയൽ അവന്റെ കയ്യിൽ കിട്ടാതെ നമ്മൾ എങ്ങനെയെങ്കിലും നോക്കണം. ഐഡിയ. ലഡു സിംഗ് സാറേ, നിങ്ങൾ ഒരാൾ കാരണമാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് ഇതിന്റെ അകത്ത് ആയത്. ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ശിവ, ഞാനൊരു പോലീസ് ഇൻസ്പെക്ടറാണ്. നീ എന്റെ മീതാണ് കൈ വെക്കാൻ നോക്കുന്നത്. ഇവിടെ ആര് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ എല്ലാവരും തടവുകാരാണ്. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? സോറി അങ്കിൾ, പക്ഷേ എനിക്ക് ലഡു സിംഗ് സാറെ കാണുമ്പോഴുണ്ടല്ലോ ദേഷ്യം വരുന്നു. ഇങ്ങനെ കാരണം ഞാൻ ഇതിനകത്ത് ആയത്. അല്ല, ഇപ്പൊ നിങ്ങൾ തന്നെ പറയൂ, ഇത്രയും ചെറിയ റൂമിന്റെ അകത്ത് വെച്ച് ഞാൻ എങ്ങനെയാ ഇദ്ദേഹത്തെ തല്ല? നിങ്ങൾ ഒരു ഒറ്റ തവണ മാത്രം എന്നെ പുറത്തു വിട്ടാൽ ഞാൻ വളരെ സന്തോഷത്തിൽ കൂടി ലഡു സിംഗ് സാറിനെ അടിക്കും. ഞങ്ങൾ എന്താ അത്ര മണ്ടന്മാരാണെന്ന് വിചാരിച്ചാ? എന്നെ പുറത്താക്കൊന്നും വിചാരിക്കണ്ട. അങ്കിൾ എന്താ ഈ പറയുന്ന? അങ്കിളുടെ കയ്യില് ഗണ്ണുണ്ടല്ലോ. അപ്പൊ ഈ ചെറിയ ചെറുക്കനായ ഞാൻ എന്ത് ചെയ്യാനാ? തുറന്ന് വിട്ടേക്കെ, രണ്ടും കൂടി തല്ലുകൂടുന്നത് കാണാൻ നല്ല രസമായിരിക്കുന്നേ. ഒന്നേ
ഫയർഫോഴ്സിനെ വിളിക്കൂ, വേഗം വിളിക്കൂ. തീ എല്ലാവരും വേഗം താഴേക്ക് ഓടിക്കൂ, ആരെങ്കിലും തീയടക്കാൻ വായോ. ആഹാ, ബാബു പ്യാരയുടെ കയ്യിൽ പൊന്നാര ഫയല് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യിലും കിട്ടി. അങ്കിൾ, മര്യാദക്ക് ആ ഫയലിംഗ് താ. വന്ന് കൊണ്ടുപോയിക്കോ. വേഗം വണ്ടി റെഡിയാക്ക്, ആ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ലഡു സിംഗ് സാറേ, ആ ബാബു പ്യാരെ തീയാനയ്ക്കുന്ന വേഷം കെട്ടി ഇങ്ങോട്ട് വന്ന് ആ ഫയല് മോഷ്ടിച്ചോണ്ട് പോയി. ഞാൻ ഇപ്പൊ തന്നെ വരാം ശിവ. അല്ല, നീ പറക്കുവാണോ? ബാബു പ്യാരി അങ്കിൾ, മര്യാദക്ക് ഫയൽ തരുന്നു, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇടി മേടിക്കുന്നു. ഈ ബാബു പ്യാരയുടെ കയ്യിൽ നിന്ന് എളുപ്പത്തിൽ അങ്ങനെ ഫയല് പഠിക്കാൻ പറ്റില്ല പോരെ. എന്നാ ശരി, നമുക്ക് ഒരുമിച്ച് അങ്ങ് യാത്ര ചെയ്യാം. എന്തേ? എന്റെ എല്ലൊടിഞ്ഞ്. ഈ ബാബു പ്യാരനെ ആരും ഇതുപോലെ നല്ലവണ്ണം തിരുമിയിട്ടേ ഇല്ല. ശിവയുടെ തല്ലുകൊണ്ട് എന്റെ എല്ലാം നുറുങ്ങി പോയി. അച്ചോ, എനിക്ക് വേദനിച്ചിട്ട് വയ്യേ. ഇനി എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റൂന്ന് തോന്നുന്നില്ല. ഈ ഫയല് പിടിച്ചോ കേട്ടോ. ലഡു സിംഗ് സാറേ, ഇതാ നിങ്ങളുടെ ഫയൽ. എന്താ സംഭവിച്ചെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും പറഞ്ഞു തരാം. എന്റെ ബുദ്ധി പ്രയോഗിച്ച് എത്ര ബുദ്ധിമുട്ടിയാണ് ആ ബാബു പ്യാരെയും അവന്റെ സംഘത്തെ ഞാൻ പിടിച്ചെടുത്തത്. എടുത്തോളൂ, ഫോട്ടോ എടുത്തോളൂ.